JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് കാഷ്യർ, ഫീൽഡ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ് LDC ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് അസിസ്റ്റന്റ് കാഷ്യർ, ഫീൽഡ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ് LDC അതിന്റെ പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന്റെ വിശദമായിട്ടുള്ള സിലബസ്, അതുപോലെ തന്നെ പരീക്ഷ ഡേറ്റ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, കട്ട് ഓഫ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ, അതിന് 5 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, അതിന് ടോട്ടൽ 10 മാർക്കാണ് ഉള്ളത്. അടുത്തത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിന് ടോട്ടൽ 10 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 4 ഡിസ്പ്യൂട്ട്സ് മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ്സ്, അതിന് ടോട്ടൽ 5 മാർക്കാണ് ഉള്ളത്. അടുത്തത് വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിന് 5 മാർക്കാണ് ഉള്ളത്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള, 5 മാർക്കാണ് ഉള്ളത്. അടുത്ത മൊഡ്യൂൾ 7 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതിന് 5 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. അടുത്ത കോപ്പറേറ്റീവ് ലെജിസ്ലേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള, അതിന് ടോട്ടൽ 5 മാർക്കാണ് ഉള്ളത്. അടുത്ത മൊഡ്യൂൾ 9 കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, 10 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. അടുത്തതായിട്ട് മൊഡ്യൂൾ 10 ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്, അതിന് ടോട്ടൽ 10 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ബേസിക് കമ്പ്യൂട്ടർ ആണ്. ബേസിക് കമ്പ്യൂട്ടറിന് ടോട്ടല് 10 മാർക്കാണുള്ളത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടോപ്പിക്കിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള, അതിന് ടോട്ടല് 10 മാർക്കാണ് അതിനുള്ളത്. അടുത്തതായിട്ട് ജനറൽ ഇംഗ്ലീഷിനും ടോട്ടല് 10 മാർക്കാണ് ഉള്ളത്. എങ്ങനെയാണ് അതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 18,000, 41,500 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ എക്സാം ഡേറ്റ് 23/4/2024 ട്യൂസ്ഡേ ആണ് ഇത് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് പരീക്ഷ. അസിസ്റ്റന്റ് കാഷ്യർ ഇതിന് 43,731 കാൻഡിഡേറ്റ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDC അപ്പെക്സ് സൊസൈറ്റി, അതായത് അതിന് 20 കാൻഡിഡേറ്റ്സ്, 49,213 കാൻഡിഡേറ്റ്സ് ആണ് ടോട്ടൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അപ്പെക്സ് സൊസൈറ്റി LDC. അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ഞാൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയലും അയച്ച് നൽകുന്നതാണ്. ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എത്ര ശതമാനം ഉണ്ട് നമ്മുടെ പഠന നിലവാരം എന്നും അതിന്റെ കൂടെ ഉയർത്തണമെങ്കിൽ പഠന നിലവാരം ഉയർത്താനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് 52.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.